ഇന്ന് ഇഞ്ചിക്കറി വെക്കാൻ പോവാം. നമ്മൾ 200 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് ചതച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞ് വെച്ച് ഇട്ട് നമ്മളിനി മൂപ്പിക്കാൻ പോവുക. അത് മൂപ്പിച്ചിട്ട് ഞാൻ ബാക്കി പറയാം. നമ്മൾ ചട്ടി ചൂടായി നല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇഞ്ചി വറുത്ത് കോരാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് കണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വറുത്ത് കോരിയെടുക്കാം. നമുക്കൊന്ന് വറുത്ത് ഒരു ഗോൾഡൻ കളറാകുന്നത് അത് കൊടുക്കാം. അതുകൊണ്ട് ഇഞ്ചി ഒരു ഗോൾഡൻ കളറായി വരുന്നത്. അത് നല്ല തീയിട്ട് വേണം എടുക്കാൻ. കരിഞ്ഞു പോകരുതും. കരിയാതെ ഒന്ന് കളറായി കഴിഞ്ഞ് സിമ്മിലിട്ട് കൊടുക്കണം. സിമ്മിലിട്ട് അത് വറുക്കണം. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് പോരാ. നല്ലൊരു ഗോൾഡൻ കളറായി നമ്മളത് കോരി മാറ്റുക. ഒരു 6 കഷ്ണം ഉള്ളി കൊച്ചുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൊച്ചുള്ളി നമുക്കൊന്ന് നോക്കിക്കാം. ഇതിനകത്ത് നമ്മൾ 3 പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി അതിടാം. അതുകൂടെ മൂക്കട്ടൊന്ന്. ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ മൂക്കട്ടെ. നമ്മുടെ ഇഞ്ചിക്കറിക്ക് ആവശ്യമായ ഉള്ളിയും ആയി നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ മൂത്തു. നമുക്ക് അതും കൂടെ കോരി ഇതിനകത്തോട്ട് വെക്കാം. ഇഞ്ചിയായി, പച്ചമുളകായി, ഉള്ളിയായി. ഇഞ്ചി കറി വെക്കാൻ തുടങ്ങാം. അത് ചൂട് പോട്ടെ. പക്ഷെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ വേണം അതിന് മൂപ്പിക്കാൻ. നമ്മൾ കറിവേപ്പില ഇപ്പം കൊണ്ടു വന്നതുമില്ല. അപ്പം നമ്മൾ അത് കൊണ്ട് മൂക്കട്ടാം. മൂത്ത് നമുക്ക് അതുകൂടെ അതിൻ്റെ കോരി ഇട്ടൊന്ന് പൊടിക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്ന് കറക്കിയെടുക്കാം. ഒന്ന് കറക്കാം. ഇഞ്ചിയും മുളക്, വെളുത്തുള്ളി, കറിവേപ്പില നമുക്ക് ഒന്ന് കറക്കാം. ഒറ്റ കറക്ക് ഒന്ന് പൊടിയിട്ട നമ്മളതൊന്ന് കറക്കി വെച്ചേണ്ട. നോക്കിക്കോ. നമുക്കതിനാവശ്യമായ ഇഞ്ചിക്കറി വെക്കാൻ പോകും. നമുക്കതിനാവശ്യമായ സാധനം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്ത് എൻ്റെ ബാക്കിക്കകത്ത് നമുക്കൊരു 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അല്ല, അതിന് 2 ഉള്ളി അത് കൊടുത്താൽ മാത്രം. ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്കൊരു ഇച്ചിരി തേങ്ങ കൊട്ടുകാത്തില്ല. തേങ്ങക്കൊത്തൊന്ന് ചുമന്ന് വരും. ഒന്ന് ചുമക്കുമ്പോൾ നമുക്ക് മുളക് വീശിയിടാം. ആവശ്യമായ ഇങ്ങോട്ടൊക്കെ വെക്കട്ടെ. മതി. ഒരു 3 സ്പൂണോളം മുളക് പൊടി, ഒരു 1/4 സ്പൂണ് ഉലുവ, ഒരു കുറച്ച് കായപ്പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. പച്ചമണം ഒന്ന് മാറട്ടെ. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്ത് നമ്മൾ തിരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കാം. നമ്മൾ അരിച്ചു വെച്ച് എന്നാലും നമുക്കൊന്ന് അരിച്ചു നോക്കാം. അതിൻ്റെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. പുളിവെള്ളമൊക്കെ ഒഴിച്ച് അത് തിളയ്ക്കാൻ വെച്ചേക്കും.
നമുക്ക് അതിനാവശ്യമായ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉണ്ടാവും. ഇത് നമ്മളിപ്പോഴും ഒഴിക്കുന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞു തരുക. നമ്മുടെ ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ ചാറാണ്, അതിൽ എരിവ് ഒരുപാട് വരുത്തില്ല. ഒരു കട്ടുണ്ട്, ആ കട്ട് ഞാൻ മാറ്റി കാണിച്ചു തരാം. നമ്മൾ അതിൻ്റെ ഇഞ്ചിയുടെ ഒരു ചാറൊഴിക്കുക. അവിടെ ഒന്ന് തിളക്കട്ടെ. ഇഞ്ചിയുടെ കട്ട് കണ്ടോ, വെളുത്തപ്പാട്. ആ ഇഞ്ചിയുടെ കട്ട് കണ്ടോ, വെള്ളക്കള്ളത്. നമുക്ക് ഇനി ഇഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിപ്പൊടി ഇട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം എല്ലാം കൂടെ ഇട്ട്. നമ്മുടെ ഇതെല്ലാം തിളച്ചൊന്നും ചോദിച്ച് നമുക്ക് വേണ്ട ഒരു 2 സ്പൂൺ ശർക്കര നമ്മളിങ്ങനെ വെച്ചിട്ട് അതും കൂടെ അതിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിക്കറി അങ്ങനെ റെഡി ആയി കഴിഞ്ഞാൽ കുറുകി ഉപ്പും പുളിയും എരിയും എല്ലാം നല്ല സൂപ്പറായിട്ട് ഇരിക്കും. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. ഓണമല്ലേ വരുന്നത്.